എല്ലാവർക്കും വന്ദനം. നല്ലൊരു ദിവസം തന്ന യേശുവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം മുതൽ ഒരു പുതിയ തുടക്കം നമുക്ക് കുറിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ജീസസ് എവരിഡേ നിങ്ങൾക്ക് നല്ല ഒരു തുടക്കമാണ് തരുന്നത്. ഓരോ ദിവസവും മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ആക്സിലറേഷൻ. നമ്മുടെയൊക്കെ വാഹനങ്ങൾക്ക് ബ്രേക്കുമുണ്ട്, ആക്സിലറേറ്ററുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ജീസസ് എവരിഡേയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആവശ്യമില്ലാത്ത യാത്രകളെ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തുന്നു. വേണ്ട, അരുത്, നിങ്ങൾ ആ വഴി പോകരുത്. മാത്രമല്ല, മറ്റു ചില ദിശകളിലേക്ക് കുതിക്കുവാനുമുള്ള ഒരു പ്രചോദനവും ഈ പ്രാർത്ഥന നമുക്ക് തരുന്നുണ്ട്. അതെല്ലാം തരുന്നത് പരിശുദ്ധ ആത്മാവാണ്. അതുകൊണ്ട് കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് ദൈവവചനത്തെ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളെ മുറുകെ പിടിച്ച് ബലപ്പെടാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഫെയിലിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സക്സസ്. പരാജയമെന്ന് പറയുന്നത് വിജയത്തിൻ്റെ എതിർവാക്കല്ല, അത് വിജയത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ പരാജയങ്ങളെ ഒന്ന് കാണാമോ? അയ്യോ, ഞാൻ പരാജയപ്പെട്ടു. പലരും വിജയിച്ചു. എന്നാൽ നിങ്ങൾ വിജയിച്ചവരോട് പോയി ചോദിക്കേ, നിങ്ങൾ എത്ര തവണ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന്. 99 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടാണ് അടുത്ത പ്രാവശ്യം അവർ വിജയിച്ചത്. എന്നാൽ അവരുടെ വിജയം മാത്രം നമ്മൾ കാണുന്നു. അവരുടെ പരാജയങ്ങൾ അവർ ലോകത്തെ മറച്ചുവെച്ചു. പരാജയം ആരും തുറന്നു കാണിക്കാറില്ല. എന്നാൽ എത്രയോ പരാജയങ്ങൾക്ക് ശേഷമാണ് ഒളിമ്പിക്സ് മെഡലൊക്കെ വാങ്ങാൻ നിൽക്കുന്നവർ വിജയിച്ച് മുകളിൽ നിൽക്കുന്നത്. അവർ സ്കൂളിൽ പഠിച്ചപ്പോൾ എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ടു. അവർ കോളേജിൽ പഠിച്ചപ്പോൾ, പിന്നെ അവർ സ്പോർട്സ് രംഗത്ത് സജീവമായപ്പോൾ എത്രയോ പരിക്കുകൾ, എത്രയോ തോൽവികൾ, എത്രയോ നിരാശകൾ, ഇതെല്ലാം അവർ പറയാറുണ്ടോ? നമ്മൾ ഓരോ വ്യക്തികളുടെയും വിജയം മാത്രം കാണുന്നു. അതിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടുന്നു. വാസ്തവത്തിൽ പരാജയം വിജയത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഓരോ പരാജയത്തെയും അനുഭവ സമ്പത്താക്കി നമ്മൾ മാറ്റുക. ഈ പരാജയം എനിക്ക് നന്മയാണ്. എന്തെല്ലാം പരാജയങ്ങളാണ് നമ്മെ തീരുമാനങ്ങളിലേക്കും ശക്തിയുള്ളവരായി പുതിയ പുതിയ തുടക്കങ്ങളിലേക്കും കൊണ്ടുവന്നത്. അതുകൊണ്ട് പരാജയത്തിനായിട്ട് നന്ദി പറ. കുറച്ചു നേരം യേശുവേ, അങ്ങ് എനിക്ക് അനുവദിച്ച എല്ലാ പരാജയം. ജോലി ചെയ്തു, പരാജയപ്പെട്ടു. പഠിക്കാൻ പോയി, പരാജയപ്പെട്ടു. വീട് വെക്കാൻ നോക്കി, പരാജയപ്പെട്ടു. ബിസിനസ് ചെയ്തു നോക്കി, 8 നില പൊട്ടി. സ്വത്രം. ഇതെല്ലാം അനുഭവ സമ്പത്താണ്. ഒരിക്കലും പരാജയപ്പെടാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ പേടിക്കണം. ആ വ്യക്തി ഒരു ദിവസം പരാജയപ്പെട്ടാൽ അതോടുകൂടി ആ വ്യക്തി എന്നേക്കുമായി പരാജയപ്പെട്ടു പോകും. എന്നാൽ പരാജയങ്ങൾ ഒരു തുടർക്കഥയായ വ്യക്തിക്ക് വിജയം ഒരു അഹങ്കാരമല്ല. ഈ സത്യങ്ങളിൽ വളരാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലോട്ട് ഇന്ന് നമുക്ക് വരാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എവിടെയാണ് ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നതെന്ന് അറിയാമോ? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, എങ്കിലും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നമുക്കൊരു ബലഹീനതയുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങൾക്ക് ഒരു ശരിയായ ചിത്രമില്ലാത്തത് കൊണ്ട് നമ്മുടെ ക്ഷമ നഷ്ടപ്പെടും. അത് നമ്മുടെ ബലഹീനതയാണ്. എന്നാൽ ആത്മാവ്
പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. കാരണം പരിശുദ്ധാത്മാവ് ഇതെല്ലാം കാണുന്നു. ആത്മാവ് ഇത് കാണുന്നത് കൊണ്ട് ആത്മാവ് നമ്മെ സഹായിക്കും. അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. യേശുവിൻ്റെ സാക്ഷികളാകും. യേശുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എപ്പോഴാണ് സാക്ഷിയാകുന്നത്? ഒരാളെ കാണുമ്പോഴാണ്. കോടതിയിൽ ഞാൻ സാക്ഷിയാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ ആ വിഷയം കണ്ടിരിക്കണം. എന്നാൽ ഞാൻ ഇന്ന് വരെ യേശുവിനെ കണ്ടിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകും. അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് യേശുവിനെ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആത്മാവിൽ സാക്ഷ്യം പറയുന്നവരായി മാറും. പരിശുദ്ധാത്മാവ് നമ്മുടെ നാളുകൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇന്നലകളും ഇന്നും മാത്രമല്ല കാണുന്നത്, പരിശുദ്ധാത്മാവിന് നമ്മുടെ നാളുകളെ കാണാൻ കഴിയും. ഒന്നുകൂടി വായിക്കാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമ്മുടെ നാളുകൾ എന്താണെന്നറിയാതെ നമ്മൾ ബലഹീനരാകും. നാളെയെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടും, തളർന്നു പോകും. നാളെയുണ്ടോ? എന്തായി തീരും? ഇങ്ങനെയുള്ള വിഷയത്തിൽ. എന്നാൽ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. എന്നിട്ട് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും. നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയില്ല. നാളെയെക്കുറിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല. ഇന്നിനെക്കുറിച്ച്, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പലതും അറിയാം. നാളെയെക്കുറിച്ച്, ഭാവി കാലത്തെക്കുറിച്ച് വ്യക്തമായ ചിത്രമില്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ വികലമായ കാര്യങ്ങളുണ്ടാകും. എന്നാൽ ആത്മാവ് വന്നിട്ട് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ നാളെയെക്കുറിച്ച് നമ്മിലിരുന്നു കൊണ്ട് ആത്മാവ് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് യെശയ്യാവ് 28:11 വാക്യം, ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. വിക്കി വിക്കി പറയുന്ന, അപ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ ഇത് എന്നാണ് ഈ പറയുന്നത്? മലയാളവും അല്ല, തമിഴും അല്ല, ഹിന്ദിയല്ല, ഇംഗ്ലീഷും അല്ല, ഫ്രഞ്ചും അല്ല, ജർമ്മനും അല്ല. ഇത് എന്നാ സാധനമാണ്? ഒരു ഭാഷയുടെ ക്വാളിറ്റി ഇല്ലല്ലോ. ഭൂമിയിലൊരു ഭാഷയുമായിട്ട് ഒരു ഒത്തുനോക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്താ ഈ പറയുന്നേ? വിക്കി വിക്കി പറയുന്നു. അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. 12 വാക്യം, ഇതാകുന്നു സ്വസ്ഥത. നാളെയെക്കുറിച്ച് ഭാരപ്പെട്ട് ആത്മാവ് ബലഹീനതയ്ക്ക് തുണനിന്ന് അന്യഭാഷകളിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെയെക്കുറിച്ചുള്ള അസ്വസ്ഥത മാറി അതൊരു സ്വസ്ഥതയായി മാറും. ഇതാകുന്നു സ്വസ്ഥത. വലിയ സ്വസ്ഥതയുണ്ടാകും. നാളെ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സ്വസ്ഥതയായി മാറും. അത് ഒരാൾ ഉപദേശിച്ചാൽ പോലും ഇത്രയും സ്വസ്ഥത കിട്ടില്ല. നാളെ സാരമില്ല കുഞ്ഞ്, ധൈര്യപ്പെടുക, നാളെ ദൈവം ഒരു വഴി തുറക്കും. ഞാനോ മറ്റാര് പറഞ്ഞാലും നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകില്ല. എന്നാൽ നിങ്ങൾ അന്യഭാഷയിൽ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ അന്യഭാഷയാൽ സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മിലിരുന്ന് ഈ ജനത്തോട് സംസാരിക്കുമെന്ന്. നമ്മിലിരുന്നു കൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ടാകും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പലരും അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അതായത് അന്യഭാഷകളിൽ സംസാരിക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്കുള്ള പ്രശ്നം, അവർക്ക് സ്വസ്ഥതയുടെ പൂർണ്ണതയിൽ വരാൻ പറ്റില്ല. 2 അന്യഭാഷ കിട്ടിയെന്ന് കരുതി
നിങ്ങൾക്ക് സ്വസ്ഥത വരില്ല. നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. ശരിയായി ദൈവദാസന്മാർ പറയുന്നത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. 3 മണിക്കൂർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം. 6 മണിക്കൂർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. DGS ദിനകരൻ ഒരു ദിവസം 8 മണിക്കൂറായിരുന്നു അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചിരുന്നത്. യൂട്യൂബിൽ കിടപ്പുണ്ട് 8 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ എന്ന് പറഞ്ഞ് DGS ദിനകരനെ ബെന്നിഹിൻ പരിചയപ്പെടുത്തുന്നത് യൂട്യൂബിൽ കിടപ്പുണ്ട്. 8 മണിക്കൂർ എല്ലാ ദിവസവും ആത്മാവിൽ പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യൻ ഇന്ത്യക്ക് ഒരത്ഭുതമായിരുന്നു. ലോകരാജ്യങ്ങൾക്ക് ഒരനുഗ്രഹമായിരുന്നു. അതാണ് സ്വസ്ഥത. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം വളരെ ശാന്തവും കരുണ നിറഞ്ഞതും കണ്ണുനീർ ഒഴുകുന്നതുമായിരുന്നു. അത് ജനങ്ങളെ വിടുവിച്ചു, ജനങ്ങളെ സൗഖ്യമാക്കി. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സ്വസ്ഥത കൊടുക്കുവാൻ ആത്മാവിൽ പ്രാർത്ഥിച്ച DGS ദിനകരനെ കർത്താവ് ഉപയോഗിച്ചു. ആ വാക്യം ഒന്നുകൂടി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. അടുത്ത വാക്യം, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പിൻ. നമുക്ക് മാത്രമല്ല സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്ന ജനങ്ങൾ ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കൽ വന്നാൽ അവനും സ്വസ്ഥത കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഈ വാക്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലേ? കർത്താവിൻ്റെ പുസ്തകത്തിൽ എല്ലാം കിടപ്പുണ്ട്. അന്വേഷിച്ച് വായിക്കണം. വെറുതെ വായിച്ചാൽ ഇതൊന്നും കാണില്ല. തപ്പിയെടുക്കണം, എന്നിട്ട് അടയാളപ്പെടുത്തണം, എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യണം. ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പിൻ, ഇതാകുന്നു വിശ്രമമെന്ന് അവൻ അവരോട് അരുളി ചെയ്യുന്നു. എങ്കിൽ കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. എന്നാലും പലരുത് മനസ്സ് വെക്കില്ല. അന്യഭാഷയുണ്ടെങ്കിൽ പറയും അത് പൈശാചികമാണ്. അന്യഭാഷ നിന്നുപോയി. ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ ഈ അന്യഭാഷയെ എതിർക്കുന്ന എത്രയോ സഭകൾ തന്നെയുണ്ട്. എതിർക്കട്ടെ. ആരെല്ലാം നിന്ദിച്ചാലും നിങ്ങൾക്ക് ലഭിച്ച അന്യഭാഷയെ നിങ്ങൾ നിലനിർത്തണം. നിങ്ങൾ അന്യഭാഷ സംസാരിക്കണം. അത് മറ്റുള്ളവർ കേൾക്കാനല്ല. 1 കൊരിന്ത്യർ 14 പറയുന്ന പോലെ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. ദൈവത്തോട് ആത്മാവിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. അന്യഭാഷ മനുഷ്യരോട് പറയുന്നതല്ല. അതുകൊണ്ട് മനുഷ്യരോട് ബുദ്ധി കൊണ്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലോ പറയുക. എന്നാൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ചില സഭകളിൽ എല്ലാവരും കൂടി അന്യഭാഷ പറയുന്നു. അത് പറയാം. എല്ലാവർക്കും അന്യഭാഷയുണ്ടെങ്കിൽ, അവർ ആത്മീക പക്വതയുള്ള എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവർക്കതിൻ്റെ വില അറിയാം. അവരെല്ലാം കൂടി ഒരുമിച്ച് കുറേ നേരം ഒരുമിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് അതൊരു ബലമാണ്, അതൊരു പോസിറ്റീവ് എനർജിയാണ്. എന്നാൽ അതിനകത്ത് ഒരാൾ അന്യഭാഷയില്ലാത്തയാണെങ്കിൽ എല്ലാവരും മൗനമായിട്ടിരുന്നിട്ട് എല്ലാവരും അദ്ദേഹത്തോട് പ്രവചിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് അദ്ദേഹത്തെ ആത്മീയമായി വളർത്തും. രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലോ ഇതിനെ വിമർശിക്കുന്നവരുടെ ഇടയിലോ അന്യഭാഷ പറയാതിരിക്കുക. പകരം പരസ്യമായിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറയുക. വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കണം. അന്യഭാഷ സ്വസ്ഥത തരും. പ്രത്യാശ ഇല്ലാത്ത ബലഹീനർക്ക് തുണ നിൽക്കുന്ന ഈ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ നിങ്ങൾ അതിനെ വെറുതെ കാണരുത്. അതിനെ പ്രാപിക്കുക. ഇന്നു മുതൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ ഒരാവേശമുണ്ടാകട്ടെ. നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വരും. 1 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ആ ദിവസം നിങ്ങൾക്ക് വിടുതലായിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ ഭാഷ എനിക്ക് അറിഞ്ഞുകൂടെ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ആകെ പല വിഷയത്തിൽ ഇങ്ങനെ സ്റ്റക്കായിരിക്കണം.
അന്യഭാഷയെ പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തു ചെയ്യും? അന്യഭാഷയെ പ്രാർത്ഥിക്കും. അന്യഭാഷ ലഭിച്ചെങ്കിൽ കുറേ നേരം അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഒന്നും നിങ്ങൾ അറിയണ്ട. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചിന്താഗതികൾ മാറും. നിങ്ങൾക്ക് ഭയങ്കര സമാധാനം ഉണ്ടാവും. നിങ്ങൾക്ക് ഭയങ്കര വിശ്രമം ഉണ്ടാകും. കിടന്ന ഉറക്കം വരും. ഇതാകുന്നു വിശ്രമം. മറ്റുള്ളവർക്കിത് മനസ്സിലാകില്ല. ഈ കൃപ നിങ്ങളിൽ വർദ്ധിക്കട്ടെ. പ്രത്യാശ കൊണ്ട് നിങ്ങളെ നിറക്കും, സ്വസ്ഥതയുള്ളവരാക്കി മാറ്റും. ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ, വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ, വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. മക്കളെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അന്ത്യകാല ഉപകരണങ്ങളാക്കി ഓരോ മക്കളെ അങ്ങ് മാറ്റണമേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി ഇപ്പോൾ തന്നെ ഇവർ തീരട്ടെ. ആരെങ്കിലും അന്യഭാഷ പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ വരം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ വായിൽ, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വായിൽ നിറച്ചു കൊടുക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള ആത്മീയ സത്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഞങ്ങളുമായി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തരട്ടെ. ഇന്ന് വ്യാഴാഴ്ച പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10 ഉപവാസ പ്രാർത്ഥനയുണ്ട്. അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? കടന്നുവാ, നിങ്ങൾക്കത് ലഭിക്കും. കർത്താവ് ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു. യഹോവ ഈരെ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായക, തൻ ഹാടിപ്പിണ സൗഖ്യം. യഹോവ ശമ്മ
യേശു